ഹലോ നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കിസാൻ വാണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ റബ്ബറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് റബ്ബർ പാലെടുക്കുന്നതിനെ കുറിച്ച്. അതായത് സാധാരണ റബ്ബർ പാലെടുക്കുന്നതിന് മുന്നോടിയായി, അതായത് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയ ആ മരത്തിന്റെ ആ വെട്ടുപാടുകളൊക്കെ ഒന്ന് ചുരണ്ടിക്കളയുന്നൊരു രീതിയുണ്ട്. ആ രീതി ചെയ്യുന്ന അത് കഴിഞ്ഞിട്ടാണ് റബ്ബർ വെട്ടി പാലെടുക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്ന ഒരണ്ണനെ നമുക്ക് പരിചയപ്പെടാതെ അണ്ണനോട് നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം അണ്ണ. അണ്ണന്റെ പേരെങ്ങനെ? എന്റെ പേര് രാജു. അണ്ണ ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ തന്നെ താമസം. അണ്ണ എങ്ങനെയാണ് ഈ റബ്ബർ വെട്ടിന്റെ പരിപാടികൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് നമ്മളടുത്ത്? ഇപ്പം തെളിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞ് മഴ ആയിപ്പോയിട്ട് ഇപ്പോഴാണ് നമ്മൾ തെളിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം മരത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയന്റെ ഇതെല്ലാം ഒഴിവാക്കിയിട്ടേക്കാണല്ലേ? ഇതെല്ലാം ഒഴിവാക്കിയിട്ടേക്കോ? ഇതിനൊക്കെ ഇത് ചിരണ്ടി കളയാണ്. അത് പ്ലാസ്റ്റിക് ഇട്ടതിന്റെ ആയിരുന്നു, എല്ലാം ചിരണ്ടി കളഞ്ഞു. ഇപ്പൊ തെളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ. തെളിച്ചോണ്ടിരിക്കുക. ഇത് രാജുവിന്റെ സ്വന്തം പേരാണ് തന്നെയാണോ? നമ്മുടെ സ്വന്തം പേരാണ്. അപ്പൊ നിങ്ങള് എന്റെ ചേച്ചിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവരും ഇതിന്റെ ജോലിക്കായിട്ട് ഇറങ്ങി തന്നെയല്ലേ നിങ്ങള്? കുടുംബ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇതിന്റെ ജോലി ചെയ്യുന്നത്? ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇത് എത്ര സെന്റ് ഉണ്ട്? ഇത് എങ്ങനെയാണ്? 1 ഏക്കർ. 1 ഏക്കറിൽ എത്ര മരം നിൽക്കുന്നുണ്ട്? 230 മരം. 230 മരത്തുനിന്ന് അത്യാവശ്യം എങ്ങനെ പാല് ലാറ്റക്സ് കൊടുക്കുകയാണോ അതോ റബ്ബർ ഷീറ്റ് അടിക്കും? ലാറ്റക്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് ലാറ്റക്സിന്റെ വില? ഇപ്പം 12-11 വരെയൊക്കെ നിൽക്കും. ഈ മരങ്ങൾ ഇത് എത്ര ഇഞ്ച് കനം വരുമ്പോഴാണ് ഇത് വെട്ടി തുടങ്ങുന്നത്? നമ്മളൊരു ഇപ്പം വെട്ടി കഴിഞ്ഞ 5-ാം വർഷം ബോർഡിന്റെ കണക്കിന് വരച്ചിടാന്നാണ് അവർ പറയുന്നത്. അല്ലാതെ നമ്മള് പണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 വർഷം 7 വർഷം ആകുമ്പോൾ നമ്മൾ വരയ്ക്കും. അപ്പോഴത്തേനും ഒരു 25-30 ഇഞ്ച് വണ്ണം ആകും. 30 ഇഞ്ച് വണ്ണം ആകും. 25 തൊട്ട് എടുക്കാം നമുക്ക്. ഇതിന് ഇത്ര ഹൈറ്റിലാണോ പട്ട ഇടുന്നതെന്ന് അങ്ങനെ കണക്കുണ്ടല്ലേ? ഉണ്ട്. എങ്ങനെയാണ് അതിന്റെ കണക്ക്? എങ്ങനെയാണ്? ഇത് 4 അടിയാണ് എന്റെ കണക്ക്. 4 അടി പോക്കാം. ഇപ്പൊ നമ്മള് പുതുതായിട്ട് ഇപ്പൊ വരെ എടുക്കുന്നത് 2 അടിക്ക് വിടുന്നുണ്ട്. 2.5 അടിക്ക്. ആ 2 അടി തീർന്നു കഴിയുമ്പോൾ വീണ്ടും അതിന്റെ മുകളിലോട്ട് 2 അടിക്ക് കയറ്റിയിടും. 2 അടിക്ക് കയറ്റിയിടും. അപ്പൊ 4 അടിയാവും. അങ്ങനെ വെട്ടുന്നുണ്ട് ഇപ്പൊ. ഇതിപ്പോ ഈ കാണുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം വെട്ടിയ പട്ട ആണല്ലേ? ഇത് കഴിഞ്ഞ വർഷം വെട്ടിയ മുമ്പിലത്തെ കൊല്ലം. അപ്പൊ ഈ സൈഡ് തീരുമ്പോ നമ്മൾ മറ സൈഡിലേക്ക് മറ സൈഡിൽ പട്ടയിടും. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഷെയ്ഡ് ഇട്ട അതിന്റെ പശ ഇളക്കി കളഞ്ഞ. ഇനി ഇപ്രാവശ്യം ഇനിയിപ്പം എപ്പോഴാണ് ഷെയ്ഡ് ഇട്ട് തുടങ്ങുന്നത്? ഇതിപ്പോ നമ്മള് ഇപ്പം വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വരച്ച ചില്ലും കമ്പിയും വെച്ച് ഉടനെ കവറിടും. ഇതിന്റെ വളവിടല് എങ്ങനെയാണ്? വളവിടുന്ന രീതി എങ്ങനെയാണ്? വളവിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വളവിടും. അത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഒരു 400 ഗ്രാം ഇട്ടാൽ മതി. 400 ഗ്രാം. പിന്നെ അതെങ്ങനെയാണ്? ബോർഡിന്റെ കണക്കാണ്? ബോർഡിന്റെ കണക്ക്. പിന്നെ ഒരു 60 ദിവസം കഴിഞ്ഞ് 65 ദിവസം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ 2 വളമാവും. 1 കിലോ ഒന്നിച്ച് വാരി ഇടുന്നതിൽ നല്ലത് 2 പ്രാവശ്യമായിട്ട് ഇടുന്നതാണ് നല്ലത്. നമ്മൾ ഈ സ്വന്തമായിട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും കുറച്ച് ആദായം അതിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? കുറച്ചുകൂടെ ചെയ്യുന്ന ജോലിയിലെ ആ പൈസ നമുക്ക് കിട്ടും. പണിക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം പാലെടുത്ത് ഷീറ്റ് അടിക്കുന്നതിന് 2000 രൂപയാണ്. 2000 രൂപ. ഇവിടെ 2000 രൂപയാണ്. ബാരലിൽ ഒഴിക്കുന്നതിന് 2 രൂപ. 2 രൂപ. 2-3 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ പ്രാവശ്യം ആരെല്ലാം വെട്ടുകാർ കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനൊക്കെ. അപ്പൊ ഈ 2.5 രൂപ നമുക്ക് കിട്ടും. നമുക്ക് പണിക്കൂലി നമ്മുടെ എപ്പോഴും കിട്ടും. റബ്ബറിന് ഇപ്പൊ ഇച്ചിരി വില ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ താഴോട്ട് മാത്രം ജീവി വെക്കുന്നേ ഉള്ളല്ലേ? ചിരട്ട വെച്ചിട്ട് പട്ട.
അണ്ണാ ഇതിനകത്ത് ഈ റബ്ബറിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? റബ്ബറിന് വരാനുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീക്ക് പൊട്ടും. ചീക്ക് പൊട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടേ ചീക്ക് പൊട്ടിയാൽ നമുക്ക് കാണാൻ പറ്റും. ചീക്ക് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ കാണുന്ന ഇതല്ലേ? അത് തന്നെ. അങ്ങനെ ഈ സംഗതി കൂടുതൽ മഴ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. മഴ നിൽക്കുന്ന സമയത്ത്. അപ്പം അതിന് നമ്മൾ തുരിശും കുമ്മായവും മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കും. പിന്നെ ഇപ്പൊ അതിന് പല കെമിക്കലും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിനടിയിൽ ചീക്കുണ്ടാവും. മണ്ണിനടിയിൽ ചീക്കുണ്ടാവും. മണ്ണിനടിയിൽ വേറെ ചീക്കുണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റില്ല. ആ മരം തീർത്ത് ഉണങ്ങി പോകത്തേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് പാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാല് കിട്ടുന്ന പറഞ്ഞാൽ പട്ടയിൽ അറിയാം. നമുക്ക് നമ്മൾ തെളിച്ചോണ്ടിരിക്കുമ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാല് തീർത്ത് കുറഞ്ഞെങ്കിൽ അടിയിൽ ചീക്കുണ്ടെന്ന് കണക്ക് കൂട്ടിയാണ്. ഈ പട്ടമരവിപ്പ് എന്ന് പറയുന്ന സംഗതി എന്താണ്? ഈ പട്ടമരപ്പ് ഈ ചീക്കിൽ നിന്നുണ്ടാകുന്നതാണ് പട്ടമരപ്പ്. ചീക്കുന്നുണ്ടാകുന്ന സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒന്ന് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.